സോ ഡെഫിനിറ്റീവ് സർജറിയിലെ രണ്ടാമത്തെ സർജറി ആയിരുന്നു ഡുഹാമൽസ് പ്രൊസീജിയർ. ഡുഹാമൽ പ്രൊസീജിയറിൽ നമ്മൾ ചെയ്യുക, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എ മോഡിഫൈഡ് സ്വെൻസൺസ് പ്രൊസീജിയർ. സ്വെൻസൺസ് പ്രൊസീജിയറിൽ ഗാംഗ്ലിയോണിക് കോളൻ ഫുള്ളായിട്ട് നമ്മൾ റിസെക്റ്റ് ചെയ്യും അപ് ടു ദ റെക്ടം. ഇവിടെ വ്യത്യാസം എന്ന് പറയുന്നത്, ഇവിടെ ഒരു സ്മോൾ പോർഷൻ ഓഫ് ദ അഗാൻഗ്ലിയോണിക് റെക്ടം ഇസ് റീറ്റെയിൻഡ്. റെക്ടത്തിലെ ഒരു സ്മോൾ അഗാൻഗ്ലിയോണിക് റീജിയൻ റിസെക്റ്റ് ചെയ്യാതെ പഴയ പോലെ തന്നെ നമ്മൾ സൂക്ഷിക്കും. എന്നിട്ട് അഗാൻഗ്ലിയോണിക് ബവലിനെ റിസെക്റ്റ് ചെയ്ത ശേഷം ഹെൽത്തി കോളനെ ഈ റിമൈനിങ് റെക്ടമായിട്ട് അറ്റാച്ച് ചെയ്യും. സോ ഹിയർ റെട്രോ റെക്ടൽ അപ്രോച്ച് ഇസ് യൂസ്ഡ്. Here, a significant portion of the aganglionic rectum is retained. The aganglionic bowel is resected down to the rectum and the rectum is overswing. So, നമ്മൾ രണ്ട് സർജിക്കൽ പ്രൊസീജിയർ ആണ് കണ്ടത്. ആദ്യത്തേത് സ്വെൻസൺസ് പ്രൊസീജിയർ, വിച്ച് ഇസ് ദ ഒറിജിനൽ പുൾ ത്രൂ പ്രൊസീജിയർ. അവർ അഗാൻഗ്ലിയോണിക് ബവൽ ഇസ് റിസെക്റ്റഡ് ഡൗൺ ടു ദ റെക്ടം. ഫുള്ളി അത് റിസെക്റ്റ് ചെയ്ത് കളഞ്ഞ് healthy colon is attached to the lower rectum. രണ്ടാമത്തെ പ്രൊസീജിയർ ആയിരുന്നു ഡുഹാമൽസ് പ്രൊസീജിയർ. ഇവിടെ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് മോഡിഫൈഡ് സ്വെൻസൺസ് പ്രൊസീജിയർ. ഇവിടെ വ്യത്യാസം എന്ന് പറയുന്നത്, എ സ്മോൾ പോർഷൻ ഓഫ് ദ അഗാൻഗ്ലിയോണിക് റെക്ടം ഇസ് റീറ്റെയിൻഡ് ആസ് സച്ച്. അഗാൻഗ്ലിയോണിക് കോളനെ ഫുള്ളി ഡിസെക്റ്റ് ചെയ്ത് കളയും. അതിനുശേഷം ഈ ഒരു റെക്ടവുമായിട്ട് ഇത് അറ്റാച്ച് ചെയ്യും. The proximal bowel is then brought to the rectorectal space, അതായത് the space between the rectum and the sacrum, and then end-to-end anastomosis is performed on the remaining rectum. So നമ്മളിവിടെ പറഞ്ഞു ഗാംഗ്ലിയോണിക് ബവലിനെ റിസെക്റ്റ് ചെയ്ത ശേഷം ഇത് ഓവർസ്യൂ ചെയ്യുമെന്ന് പറഞ്ഞു. ഈ ഓവർസ്യൂ ചെയ്യുന്നത് ഇന്ന രീതിയിലാണ്, അതായത് ഒരു റിട്രോ റെക്ടൽ സ്പേസിൽ വെച്ചിട്ടാണ് ഇത് ഓവർസ്യൂ ചെയ്യുക. ദാറ്റ് ഈസ് ബിറ്റ്വീൻ ദ റെക്ടം ആൻഡ് ദ സേക്രം. എൻഡ് ടു എൻഡ് അനാസ്റ്റമോസിസ് ആണ് നമ്മൾ ചെയ്യുക. അതായത് നമ്മളുടെ ഹെൽത്തി കോളൻ്റെ അറ്റവും അതുപോലെ തന്നെ റെക്ടത്തിൻ്റെ അറ്റവുമായിട്ട് എൻഡ് ടു എൻഡ് അനാസ്റ്റമോസിസ് ആണ് ചെയ്യുക. ഡുഹാമൽസ് പ്രൊസീജിയർ ക്ലിയർ ആയി എന്ന് തോന്നുന്നു. ഇവിടെ ആകെപ്പാടെ ഈ ഒരു ലൈനിൽ ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. ഇറ്റ് ഈസ് ഡൺ ത്രൂ എ റിട്രോ റെക്ടൽ അപ്രോച്ച്. അതായത് ദ എൻഡ് ടു എൻഡ് അനാസ്റ്റമോസിസ് ഇസ് ഡൺ ബിറ്റ്വീൻ ദ റെക്ടം ആൻഡ് ദ സേക്രം. And the third procedure is സോവേ procedure. ഈ സോവേ പ്രൊസീജിയർ ചെയ്യുന്നത് ഒരു എൻഡോ റെക്ടൽ അപ്രോച്ചിൽ കൂടിയാണ്. ഡുഹാമൽസ് പ്രൊസീജിയർ എങ്ങനെയായിരുന്നു? റിട്രോ റെക്ടൽ അപ്രോച്ചിൽ കൂടിയാണ്. ഇവിടെ എങ്ങനെ ചെയ്യുക? എൻഡോ റെക്ടൽ അപ്രോച്ചിൽ കൂടിയാണ്. സോ മൂന്ന് പ്രൊസീജിയേഴ്സിൻ്റെ പേരൊന്നുകൂടെ പറഞ്ഞു നോക്കാം. ആദ്യത്തേത് സ്വെൻസൺസ് പ്രൊസീജിയർ അല്ലെങ്കിൽ പുൾ ത്രൂ പ്രൊസീജിയർ. രണ്ടാമത്തേത് ഡുഹാമൽസ് പ്രൊസീജിയർ അല്ലെങ്കിൽ മോഡിഫൈഡ് സ്വെൻസൺസ് പ്രൊസീജിയർ വിച്ച് ഇസ് ഡൺ ത്രൂ റിട്രോ റെക്ടൽ അപ്രോച്ച്. മൂന്നാമത്തേത് സോവേ പ്രൊസീജിയർ വിച്ച് ഇസ് ഡൺ ത്രൂ എൻഡോ റെക്ടൽ അപ്രോച്ച്. In Sove procedure, it consists of removing the mucosa and the submucosa of the rectum and pulling the ganglionic bowel through the aganglionic muscular cuff of the rectum, and the primary anastomosis is made at the anus. So നമ്മളിവിടെ ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു റെക്ടത്തിൻ്റെ അഗാൻഗ്ലിയോണിക് റെക്ടത്തിൻ്റെ മ്യൂക്കോസയും സബ് മ്യൂക്കോസയും മാറ്റും. എന്നിട്ട് മസ്കുലർ കഫ് മാത്രം റീറ്റെയിൻ ചെയ്യും. അഗാൻഗ്ലിയോണിക് ബവൽ ഫുള്ളി നമ്മൾ റിമൂവ് ചെയ്ത് കളയും. അതിനുശേഷം നമ്മൾ ചെയ്യുക, ഗാൻഗ്ലിയോണിക് ബവലിനെ ഈ അഗാൻഗ്ലിയോണിക് റെക്ടത്തിൻ്റെ മസ്കുലർ കഫിൻ്റെ ഉള്ളിൽ കൂടെ പുള്ളി ചെയ്ത് ഒരു പ്രൈമറി അനാസ്റ്റമോസിസ് ഇസ് മെയ്ഡ് അറ്റ് ദ ഏനസ്. ഒന്നുകൂടെ വായിച്ചു നോക്കുമ്പോൾ ഇത്രയോടെ ക്ലാരിറ്റി കിട്ടും. സോവേ പ്രൊസീജിയർ, ഹിയർ വി റിമൂവ് ദ മ്യൂക്കോസ ആൻഡ് ദ സബ് മ്യൂക്കോസ ഓഫ് ദ അഗാൻഗ്ലിയോണിക് റെക്ടം. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ്, ganglionic bowel is pulled through the aganglionic muscular cuff of the rectum.
സോ ഈ ഒരു മ്യൂക്കോസയും സബ് മ്യൂക്കോസയും ഒക്കെ കളഞ്ഞ ഗാംഗ്ലിയോണിക് മസ്കുലർ കഫ് ഓഫ് ദ രക്തത്തിൻ്റെ ഉള്ളിൽ കൂടെ ഗാംഗ്ലിയോണിക് ബവലിനെ നമ്മൾ വെളിയിലേക്ക് വലിച്ചുകൊണ്ട് പോയിട്ട് എയ്നസിൻ്റെ അവിടെ ഒരു പ്രൈമറി അനാസ്റ്റമോസിസ് ചെയ്യും. സോ ദിസ് ഇസ് നോൺ ആസ് സോവേ പ്രൊസീജിയർ. ഒന്നുകൂടെ വായിച്ചു നോക്കാം. ദ സോവേ പ്രൊസീജിയർ കൺസിസ്റ്റ് ഓഫ് റിമൂവിംഗ് ദ മ്യൂക്കോസ ആൻഡ് ദ സബ് മ്യൂക്കോസ ഓഫ് ദ റെക്ടം ആൻഡ് pulling the ganglionic bowel through the aganglionic muscular cuff of the rectum. A primary anastomosis is made at the anus. So that was about the surgery. ഒന്നുകൂടെ പറയണോ പേരുകൾ ഏതൊക്കെയാ പേരുകൾ? സോവേ പ്രൊസീജിയർ, ഡുഹാമൽസ് പ്രൊസീജിയർ, സ്വെൻസൺസ് പ്രൊസീജിയർ. ഞാൻ വീണ്ടും പറയാണ്, എക്സാമിന് എടുത്ത് സർജിക്കൽ മാനേജ്മെൻറ്റ് ഈ 3 സർജറിയുടെ പേരുകളും അതെന്തൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാറുണ്ട്. സീരിയസ് ആയിട്ട് പഠിക്കണം, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. അതുകൊണ്ട് ദയവ് ചെയ്ത് എഴുതി പഠിക്കുക. Coming to the complications of surgery, the major complications of surgery include chronic constipation, fecal incontinence, enterocolitis, colonic rupture, peritonitis. So ഒന്നുകൂടെ പറയാം, chronic constipation, fecal incontinence, enterocolitis, colonic rupture, peritonitis. Now coming to the nursing management. So the initial nursing management include a prompt assessment of the child and early detection of Hirschsprung's disease. ഇതിനു വേണ്ടിയിട്ട് you have to collect a proper history, and in the history you have to observe 4 symptoms like failure to pass meconium within the first 24 to 48 hours of life, presence of abdominal distension and vomiting. Vomitingil തന്നെ you have to observe for bilious vomiting. So first is history collection. Observe for signs and symptoms like failure to pass meconium within the first 24 to 48 hours of life, presence of abdominal distension and bilious vomiting. രണ്ടാമത്തെ കാര്യമാണ് physical examination. In physical examination, observe for signs and symptoms like irritability, distended abdomen, anorexia, undernutrition or malnutrition. So physical examination irritability, distended abdomen, anorexia and undernutrition or malnutrition. Coming to the pre-operative care, during the pre-operative care, obtain baseline vital signs. The axillary temperature is taken in order to prevent further bowel irritation. So കുഞ്ഞു കുട്ടികളൊക്കെ ആകുമ്പോൾ നമ്മൾ റെക്ടൽ ടെമ്പറേച്ചർ ഇടയ്ക്ക് എടുക്കാറുണ്ട്, ബിക്കോസ് ഇറ്റ് ഹാസ് മോർ റിലയബിലിറ്റി. ഈ കുട്ടികൾ ഒരിക്കലും റെക്ടൽ ടെമ്പറേച്ചർ എടുക്കരുത്, കാരണം ഓൾറെഡി അവിടെയൊക്കെ ഭയങ്കര ഇറിറ്റേറ്റഡ് ആണ്. സോ ഇൻ ഓർഡർ ടു അവോയ്ഡ് ഫർദർ ബവൽ ഇറിറ്റേഷൻ, ഇറ്റ് ഇസ് ടു ബി അവോയ്ഡഡ്, ഓൾവേസ് ഗോ ഫോർ എ ആക്സിലറി ടെമ്പറേച്ചർ. മെഷർ ദ അബ്ഡോമിനൽ ഗർത്ത് അറ്റ് ദ ലെവൽ ഓഫ് ദ അംബ്ലിക്കസ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത്? ഇവർക്ക് അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. സോ അതിൻ്റെ സ്റ്റാറ്റസ് അറിയാനായിട്ട്, അത് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ ഇതൊക്കെ അറിയാനായിട്ട് യു ഹാവ് ടു മെഷർ ദ അബ്ഡോമിനൽ ഗർത്ത്. ഓൾവേസ് മെഷർ ദ അബ്ഡോമിനൽ ഗർത്ത് അറ്റ് ദ ലെവൽ ഓഫ് ദ അംബ്ലിക്കസ്. ഇനി place the child in semi-Fowler's position. So ഇവർക്ക് അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ ഉണ്ടാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി റെസ്പിറേറ്ററി ഡിസ്ട്രെസ് ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. സോ ഓൾവേസ് പ്ലേസ് ദ ചൈൽഡ് ഇൻ എ സെമി-Fowler's position. Then withhold oral feeds. Abdominal decompression is to be done by NG tube or continuous drainage. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിരുന്നു NG decompression എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. ഇത് NG ട്യൂബ് ഓപ്പൺ ആക്കി ഇടുകയാണ് ഇവിടെ ചെയ്യുക. ഇറ്റ് ഇസ് പ്ലേസ്ഡ് ഇൻ എ കണ്ടിന്യൂസ് ഡ്രെയിനേജ് ഇൻ ഓർഡർ ടു ഡീകംപ്രസ് ദ അബ്ഡോമൻ. ദെൻ യു ഹാവ് ടു സ്റ്റാർട്ട് IV replacement fluids and electrolytes on hourly basis. സോ നമ്മൾ ഈ കുട്ടിയുടെ ആ ഒരു മാൽന്യൂട്രീഷൻ സ്റ്റാറ്റസിനെ ഓവർകം ചെയ്യാനായിട്ടും ഡീഹൈഡ്രേഷനൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ടും IV fluids start ചെയ്യും. ആൻഡ് വി ഷുഡ് റീപ്ലേസ് ദ blood volume which is lost through IV fluids, as well as you have to correct any electrolyte imbalances, which is usually done on hourly basis. The other things which are to be done are maintain a strict IO chart, intake output chart maintain ചെയ്യണം.
ബവൽ പ്രിപ്പറേഷൻ ഇസ് ടു ബി ഡൺ വിത്ത് സലൈൻ എനിമ. സോ സർജറിക്ക് വേണ്ടിയിട്ട് ബവൽ പ്രിപ്പയർ ചെയ്യണം. ഇറ്റ് ഇസ്